ഹായ്, ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങളൊരു 10 ലക്ഷം രൂപയ്ക്ക് താഴെ ഒരു കാർ എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്കുള്ള ഒരു റെഫറൻസ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമുക്കറിയാം, ഇന്ത്യൻ ഓട്ടോമൊബൈൽ ഇൻഡസ്ട്രിയിൽ കാർ വിപണിയിൽ ശരിക്കും ഏറ്റവും കൂടുതൽ കാറുകൾ വിൽക്കപ്പെടുന്നത് ഈ ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെയുള്ള വണ്ടികളാണ് കൂടുതലായിട്ട് വിൽക്കപ്പെടുന്നത്. അപ്പോൾ ശരിക്കും ഭയങ്കര ഒരു കോമ്പറ്റീഷൻ ഉള്ള ഒരു സെഗ്മെന്റ് ആണത്. ഒരുപാട് വണ്ടികളുണ്ട്. പല വണ്ടികളുടെയും നമുക്ക് ടോപ്പ് വേരിയന്റ് കിട്ടും, ചിലതിന്റെ സ്റ്റാർട്ടിംഗ് ബേസ് വേരിയന്റ് മുതൽ കിട്ടും. ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ട്. ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് നമ്മൾ പലതരത്തിലുള്ള കാര്യങ്ങൾ കൺസേൺസ് നമ്മൾ എടുക്കും. അതായത് ഇപ്പോൾ ഒരു വണ്ടി എടുക്കുന്ന സമയത്ത് വില, പ്രൈസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. റെഡി ക്യാഷ് എടുത്ത് കൊടുക്കുകയാണെങ്കിൽ പ്രശ്നമില്ല. ഇല്ലെങ്കിൽ നമുക്ക് ഒരു വലിയ പ്രൈസിനുള്ള ഒരു വണ്ടിയൊക്കെ എടുക്കുമ്പോൾ നമുക്ക് അതിൻ്റെ EMI ഒക്കെ കറക്റ്റായിട്ട് പോകുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ, അതിന് നമ്മൾ കേപ്പബിൾ ആണോ എന്നുള്ള കാര്യം ഫസ്റ്റ് നോക്കണം. പിന്നെ രണ്ടാമത്, നമ്മൾ പല ടൈപ്പിലാണ് നമ്മൾ വണ്ടികൾ എടുക്കാറുള്ളത്. കാരണം റെഫറൻസുകൾ എടുക്കാറുള്ളത്. ഇപ്പോൾ നമ്മളൊരു വണ്ടി ചിലപ്പോൾ നമ്മൾ മേ ബി ആ ഒരു വണ്ടി കണ്ട സമയത്ത് നമുക്ക് ഭയങ്കര ഇഷ്ടമായി, അങ്ങനെ ആ വണ്ടീനോട് നമുക്ക് ഇഷ്ടം തോന്നി. ചില വണ്ടികൾ നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾക്ക് യാദൃശികമായിട്ടൊന്ന് ഓടിക്കാൻ കിട്ടി, ഓടിച്ച സമയത്ത് നന്നായിട്ട് നമുക്ക് ഫീൽ ചെയ്തു, ആ വണ്ടി നമുക്ക് എടുക്കണം എന്ന് തോന്നി. ചിലർ നമുക്ക് റെഫറൻസ് തരും, അതായത് നമ്മുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ റിലേറ്റീവ്സോ അവർ ആ വണ്ടി യൂസ് ചെയ്തിട്ട് എടാ ആ വണ്ടി നല്ല വണ്ടിയാണ്, ഇതെടുത്തോ എന്നുള്ള രൂപത്തിലുള്ള റെഫറൻസ് ഉണ്ടാവും. ഇല്ലെങ്കിൽ നമുക്ക് ചില വണ്ടി നമുക്ക് പെർഫോമൻസ് കൊണ്ട് ഇഷ്ടപ്പെട്ട വണ്ടികളായിരിക്കാം. അങ്ങനെ പല പല ടൈപ്പിലാണ് നമ്മൾ ഒരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇഷ്ടപ്പെടുക വണ്ടീനെ എന്നുള്ളത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെ നിങ്ങളൊരു വണ്ടി എടുക്കാൻ പ്ലാൻ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചൊരു എന്താ പറയുക റെഫറൻസുകൾ, അല്ലെങ്കിൽ ആ വണ്ടി ഒന്ന് നോക്കാം എന്നുള്ള രൂപത്തിലേക്ക് നിങ്ങൾ ചിലപ്പോൾ എത്താൻ സാധ്യത ഉണ്ട്. ആ ഒരു ടൈപ്പ് ഓഫ് രൂപത്തിലുള്ള ഒരു സെലക്ഷനാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ളത്. പുതിയ വണ്ടി എടുക്കുമ്പോൾ എന്തായാലും നമ്മളൊരു 5 വർഷത്തിന് മുകളിൽ അല്ലെങ്കിൽ 8 വർഷത്തോളൊക്കെ നമ്മൾ എന്തായാലും യൂസ് ചെയ്യാൻ കണ്ടിട്ടാണ് ആ ഒരു വണ്ടി എടുക്കുക. അപ്പോൾ ആ ഒരു വണ്ടിക്ക് നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം. അതായത് നമ്മൾ വിൽക്കുമ്പോൾ നമുക്ക് അത്യാവശ്യം ഒരു വില കിട്ടുന്ന രൂപത്തിൽ നമ്മളുള്ള വണ്ടികൾ എടുക്കണം. അതായത് റീസെയിൽ വാല്യൂ വേണം എന്ന് സിമ്പിളായിട്ട് പറഞ്ഞാൽ. പിന്നെ അതുപോലെ തന്നെ സർവീസ് നെറ്റ്വർക്കുകൾ നോക്കണം. ചില ബ്രാൻഡുകളെ ഒന്നും നമുക്കിപ്പോൾ നിയർലി ഉള്ള, ഇപ്പം എൻ്റെ വീട് മലപ്പുറം ജില്ലയിൽ വണ്ടൂരിനടുത്തുള്ളൊരു സ്ഥലമാണ്. അപ്പോൾ എനിക്ക് ശരിക്കും എൻ്റെ അടുത്ത് പല വലിയ ചില ബ്രാൻഡുകളെ ഒന്നും സർവീസ് സെന്ററുകളില്ല, കുറച്ച് ദൂരെ എനിക്ക് പോകണം. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കണം. അതുപോലെ തന്നെ ബാക്കി നമുക്ക് ആഫ്റ്റർ സെയിൽ സർവീസുകൾ, ബാക്കി ഇപ്പോൾ പാർട്സിൻ്റെ അവൈലബിലിറ്റി ഉള്ള വണ്ടികളാവണം. അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശരിക്കും നോക്കണം. പിന്നെ നമുക്ക് എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുള്ള വണ്ടികളാവണം നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. കാരണം നമ്മളെ യൂസേജ് നോക്കണം. ഇപ്പോൾ നമുക്ക് ചെറിയ ഓട്ടൊക്കെ ആണെങ്കിൽ ഡീസൽ വണ്ടികളൊന്നും വേണ്ട, പെട്രോൾ മതി. നോർമലി ഉള്ള വണ്ടികൾ മതി, EV വേണ്ട, നോർമലായിട്ടുള്ള പെട്രോൾ, അത്യാവശ്യം മൈലേജ് ഉള്ള വണ്ടികളൊക്കെ നോക്കിയെടുക്കാം. ഒരുപാട് കൺസേൺസ് ഉണ്ട്, അതിലേക്കൊന്നും ഞാൻ പോണില്ല. 10 വണ്ടികൾ ഞാൻ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് എൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിലുള്ള ഒരു സെലക്ഷനാണ്. നിങ്ങൾ ഇതിന്റെ അഭിപ്രായം നിങ്ങൾ കമന്റ് ആയിട്ട് പറയണം. ഇനി ഏതെങ്കിലും വണ്ടി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഞാൻ ആഡ് ചെയ്യാൻ മറന്നിട്ടുള്ള വണ്ടികൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക. ജസ്റ്റ് ഒരു റെഫറൻസ് ആയിട്ട് മാത്രം ഈ വീഡിയോ എടുക്കുക. ഇതിൽ നെഗറ്റീവ് കമന്റ്സോ അങ്ങനെയൊന്നും നിങ്ങൾ പറയണ്ട. കാരണം എൻ്റെ ഒരു രൂപത്തിലുള്ള സെലക്ഷനാണ്. ഇനി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയും ചെയ്യട്ടെ, നെഗറ്റീവ് ഉണ്ടെങ്കിൽ. പോസിറ്റീവ് ഉണ്ടെങ്കിലും പറയണം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടാവുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഞാൻ ഇത് പറയുന്നത് അത് മെയിൻ ആയിട്ടുള്ള കാര്യമാണ്. 10 വണ്ടികൾ ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത് പറയുന്ന വണ്ടി ഏറ്റവും നല്ല വണ്ടി, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി, ആ ഒരു ടൈപ്പ് ഓഫ് രൂപത്തിലല്ല ഞാൻ ഈ ഒരു ലൈനപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഞാൻ ജസ്റ്റ് ഒരു റഫായിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഫസ്റ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഫ്രോങ്സ് ആണ്. ഫ്രോങ്സിന്റെ നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞ ഫ്രോങ്സിന്റെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അതിൽ ഓട്ടോമാറ്റിക്കും ഈ ഒരു 10 ലക്ഷത്തിനുള്ളിൽ കിട്ടും, മാനുവലും നമുക്ക് 10 ലക്ഷത്തിനുള്ളിൽ കിട്ടും. ഒരു 9.5 ലക്ഷത്തിന് താഴെയായിട്ട് നമുക്ക് അതിന്റെ ഡെൽറ്റ എന്ന് പറഞ്ഞ മാനുവൽ കിട്ടും. ഫ്രോങ്സിൽ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഞാൻ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് അതിന്റെ 1.2 ആണ്, 1 ലിറ്റർ അല്ല കേട്ടോ. 1.2 നമുക്ക് ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് കിട്ടും. അതുപോലെ തന്നെ ഡെൽറ്റയിൽ നമുക്ക് ഓട്ടോമാറ്റിക്കും നമുക്ക് 10 ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് കിട്ടും. ഒരു നല്ലൊരു ബൈ ആണ്. അതുപോലെ തന്നെ ടയോട്ടയിലേക്ക് പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു പ്രൈസിൽ കുറച്ചും കൂടെ ഹൈ വരും. പക്ഷെ എന്നാലും ടയോട്ട ടൈസറും സെയിം ആണല്ലോ, സെയിം വണ്ടി തന്നെയാണല്ലോ. കുറച്ച് ആ ഒരു ഫ്രണ്ടിലുള്ള മാറ്റങ്ങളും അങ്ങനെ ടയോട്ടയുടെ ആ ഒരു സർവീസ് അങ്ങനെയുള്ള കുറച്ചൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ ഞാൻ ഒന്നുകൂടെ പ്രിഫർ ചെയ്യുക ഫ്രോങ്സ് ആണ്. കൂടുതൽ ഇറങ്ങുന്നതും ഫ്രോങ്സ് ആണ് നാട്ടിൽ. അപ്പോൾ അതിന്റെ ഡെൽറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമുക്ക് ആ ഒരു 10 ലക്ഷത്തിന് താഴെ കിട്ടുക. നെക്സ്റ്റ് ടാറ്റ പഞ്ച് ആണ്. ടാറ്റ പഞ്ചിന്റെ ശരിക്കും നമുക്ക് അതിന്റെ ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ
അതിൽ നമുക്ക് മാനുവൽ കിട്ടും, ഓട്ടോമാറ്റിക് കിട്ടും. അതുകൂടാതെ നിങ്ങൾ 10 ലക്ഷം എന്നുള്ള ബഡ്ജറ്റ് നിങ്ങൾ കുറച്ചൊരു ഓട്ടമൊക്കെ ഉള്ള ആളാണെങ്കിൽ, നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് അല്ലെങ്കിൽ EVയിലേക്ക് മാറാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നമുക്കതിൽ EVയുടെ ഒരു ബേസ് വേരിയന്റ് നമുക്ക് കിട്ടും. അതായത് അതിൻ്റെ 30 കിലോ വാട്ടിൻ്റെ EV സ്മാർട്ട് എന്ന് പറഞ്ഞ ആ ഒരു വേരിയന്റ് നമുക്ക് കിട്ടും. അതിൽ ഒരു കുറച്ചും കൂടെ പൈസ, നിങ്ങൾ 10 ലക്ഷം എന്നുള്ളത് ഒരു 10-30 ആ ഒരു റേഞ്ചിൽ 30,000 രൂപയൊക്കെ കൂട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു EV വണ്ടിയും കിട്ടും. അത് ശരിക്കും നല്ലൊരു ഡീലല്ലേ? നിങ്ങൾക്ക് കുറച്ച് ഓട്ടം കൂടുതലുണ്ട്, നിങ്ങൾ EVയിലേക്ക് മാറാം, വീട്ടിൽ സോളാറൊക്കെ ഉണ്ട്, EVയിലേക്ക് മാറാനുള്ള ഒരു പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രൂപത്തിലേക്ക് മാറാം. 10 ലക്ഷത്തിന് ഒരു പെട്രോൾ എടുക്കുന്നതിനേക്കാളും നല്ലത് എനിക്ക് തോന്നുന്നു EVയിലേക്ക് മാറിയാൽ ഒന്നും കൂടെ നല്ലതാവും. എനിക്ക് തോന്നുന്നു ആ ഒരു റേഞ്ചിൽ കിട്ടുന്ന ഒരു ബെസ്റ്റ് EV ആണ് പഞ്ച് എന്നുള്ളത്. കൂടുതൽ പഞ്ചിനെ കുറിച്ച് നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. വൺ ഓഫ് ദി ബെസ്റ്റ് വണ്ടിയാണ് ഈ ഒരു അണ്ടർ 10 ലാഖിനുള്ളിൽ. ടാറ്റ അത്യാവശ്യം നമുക്കറിയാം സർവീസിന്റെ കാര്യത്തിൽ പലരും പല കംപ്ലൈന്റുകൾ പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങൾ, വണ്ടിയുടെ ആ ഒരു സേഫ്റ്റി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഓക്കെയാണ്. പിന്നെ ഒരു 3 സിലിണ്ടർ എഞ്ചിനാണ് എന്നുള്ളത് ചെറിയൊരു പോരായ്മയായിട്ട് നമുക്ക് കൂട്ടാം. പക്ഷെ എന്നാൽ പോലും ആ വണ്ടി പഞ്ച് അത്യാവശ്യം നല്ലവണ്ണം ഇറങ്ങുന്നുണ്ട്. EV ആണെങ്കിലും പെട്രോൾ ആണെങ്കിലും ഒക്കെ അത്യാവശ്യം നല്ലവണ്ണം ഇറങ്ങുന്നുണ്ട്. അതിൻ്റെ നമുക്ക് കിട്ടുന്ന വേരിയന്റ് എന്ന് പറഞ്ഞാൽ അക്കംപ്ലിഷ്ഡ് എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമുക്ക് ഒരു ടാറ്റ പഞ്ചിൽ കിട്ടുക. ഏകദേശം 9,80,000. അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് അഡ്വഞ്ചർ എന്ന് പറഞ്ഞ ഒരു ഓട്ടോമാറ്റിക് വേരിയന്റ് നമുക്ക് കിട്ടും. EVയിൽ ഞാൻ പറഞ്ഞ ആ ഒരു സ്മാർട്ട് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് നമുക്ക് ആ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ EV ഞാൻ പറഞ്ഞില്ല ഒരു 30,000 രൂപ കൂടുതലായിട്ട് വരും. ഇനി അടുത്തതിലേക്ക് വരുന്ന സമയത്ത് ഒരു സർപ്രൈസ് എൻട്രി ആയിട്ട് നമുക്ക് സ്കോഡ കൈലാക്കിനെ നമുക്ക് ആഡ് ചെയ്യാം. സ്കോഡ കൈലാക്ക് എന്ന് പറഞ്ഞാൽ ഒരു മലയാളി പേരിട്ട വണ്ടിയാണ് കൈലാക്ക്. നമുക്ക് അതുകൊണ്ട് കുറച്ച് പ്രിയപ്പെട്ടൊരു വണ്ടിയായിട്ട് അതിനെ കൂട്ടാം. സ്കോഡ കൈലാക്ക് ശരിക്കും ആ ഒരു സബ് കോമ്പാക്ട് SUV സെഗ്മെന്റിൽ സ്കോഡ ശരിക്കും ഇന്ത്യയിൽ ഒരുപാട് പഠനം നടത്തി നമുക്ക് ഇന്ത്യക്കാർക്ക് വേണ്ട പല ഫീച്ചേഴ്സും ആഡ് ചെയ്ത് വിലയിലും നമ്മളെ എന്താ പറയുക നല്ല രൂപത്തിലൊരു പ്രൈസിങ്ങിലാണ് ആ സ്കോഡ കൈലാക്ക് എന്ന് പറഞ്ഞ വണ്ടി വന്നിട്ടുള്ളത്. ഒരു ജർമ്മൻ വണ്ടി ഓടിച്ച ആൾക്കാർക്ക് അറിയാം ശരിക്കും ജർമ്മൻ വണ്ടിയുടെ ആ ഒരു ഫീല്. ആ ഒരു ജർമ്മൻ വണ്ടിയുടെ ഫീല് നമുക്ക് വേണം. അത്യാവശ്യം നമുക്ക് ഒരു ഡ്രൈവ് എൻതൂസിയാസ്റ്റ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് സ്കോഡ കൈലാക്ക് എന്നുള്ള വണ്ടി. ആ കൈലാക്കിന്റെ നമുക്ക് ക്ലാസിക്കും അതുപോലെ തന്നെ ക്ലാസിക് പ്ലസ് എന്ന് പറഞ്ഞ 2 വേരിയൻസ് നമുക്ക് കിട്ടും. ആ ഒരു ക്ലാസിക് പ്ലസ് എന്ന് പറഞ്ഞ വേരിയന്റ് ശരിക്കും ഒരു വർത്തായിട്ടുള്ള വേരിയന്റ് ആണ്. അതിൽ സൺറൂഫ് വരുന്നുണ്ട്, പിന്നെ അത്യാവശ്യം വേണ്ട പല ഫീച്ചേഴ്സും ഉണ്ട്. ഒരു ഇൻഫോടൈം സിസ്റ്റം മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും അതിലുണ്ട് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള കാര്യം. ഒരു എന്താ പറയുക നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റിയ നിങ്ങൾ ഈ പറയുന്ന വണ്ടികളൊക്കെ, ഞാൻ പറയുന്ന എല്ലാ വണ്ടികളും നിങ്ങൾ ശരിക്കും ഇതെന്താ ഞാൻ 10 എണ്ണം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് വീണ്ടും സോർട്ട് ചെയ്തിട്ട് നിങ്ങൾ ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം. അതുപോലെ തന്നെ വണ്ടി ഡയറക്റ്റ് പോയി കാണണം എന്നുള്ളത് ഞാൻ വ്യക്തമായിട്ട് പറയുകയാണ്. അതിനുശേഷം മാത്രമാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇപ്പോൾ 3 എണ്ണം ആയില്ലേ കൈലാക്കും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വണ്ടിയാണ്. ഇനി അടുത്തതിലേക്ക് വരുന്ന സമയത്ത് ഹ്യുണ്ടായി വെന്യൂ നമുക്ക് കൂട്ടാം. വെന്യൂ ആ ഒരു സബ് കോമ്പാക്ട് SUV സെഗ്മെന്റിൽ ശരിക്കും നല്ലൊരു വണ്ടിയാണ് ഹ്യുണ്ടായി വെന്യൂ. വെന്യൂയുടെ നമുക്ക് HX2 എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് ആണ് ആ ഒരു പ്രൈസ് റേഞ്ചിൽ 10 ലക്ഷത്തിന് താഴെ നമുക്ക് കിട്ടുക. കൈലാക്കിന്റെ വില ഞാൻ പറഞ്ഞില്ല അല്ലെ. കൈലാക്കിന്റെ നമുക്ക് ഒരു 9,30,000 10 ലക്ഷം ആ ഒരു റേഞ്ചിൽ നമുക്ക് ആ ക്ലാസിക്കും അതുപോലെ തന്നെ ക്ലാസിക് പ്ലസ് എന്ന് പറഞ്ഞ 2 വേരിയന്റ്സ് നമുക്ക് കിട്ടും കേട്ടോ. വെനുവിന്റെ കാര്യത്തിലേക്ക് വരുന്ന സമയത്ത് വെനു നമുക്ക് ഹ്യുണ്ടായി നമുക്കറിയാം. ഹ്യുണ്ടായി വൈഡ് ആയിട്ട് സർവീസ് നെറ്റ്വർക്ക് ഒക്കെ ഉള്ള, എനിക്കൊന്ന് മാരുതി സുസുക്കി കഴിഞ്ഞാൽ ടാറ്റ ഉണ്ട്, പക്ഷെ എന്നാൽ പോലും ഹ്യുണ്ടായി അത്യാവശ്യം നല്ല സർവീസ് നെറ്റ്വർക്കുകൾ ഉണ്ട് അത്യാവശ്യം നമുക്ക് വേണ്ട. HX2 എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് നമുക്ക് ഹ്യുണ്ടായി വെനുവിൽ കിട്ടുക. ഒരു 1.2 ലിറ്റർ കപ്പ എഞ്ചിനാണ് അതിൽ വന്നിട്ടുള്ളത്. 4 സിലിണ്ടർ എഞ്ചിനാണ്, അത്യാവശ്യം നല്ല റിലയബിൾ ആയിട്ടുള്ള ഒരു എഞ്ചിനാണത്. കൈലാക്കിന്റെ നമ്മൾ എഞ്ചിനെ കുറിച്ചും പറയാൻ പറഞ്ഞില്ലേ, 1 ലിറ്റർ ടർബോ ആണ് കൈലാക്കിന്റെ എഞ്ചിൻ കേട്ടോ. അപ്പോൾ വെനു ആ 1.2 കപ്പ എഞ്ചിനാണ് അതിൽ വന്നിട്ടുള്ളത്. വെനുവില് ഞാൻ കണ്ടിട്ടുള്ള ഒരു കാര്യം, അല്ലെങ്കിൽ നമുക്ക് ബേസ് വേരിയന്റിൽ തന്നെ അത്യാവശ്യം വേണ്ട പല ഫീച്ചേഴ്സും ഉണ്ട്. പിന്നെ ഹ്യുണ്ടായുടെ സർവീസ് നെറ്റ്വർക്ക് ശരിക്കും നമുക്ക് വിശ്വസിച്ചെടുക്കാൻ പറ്റും വെനു. അപ്പോൾ ഇപ്പം 4 എണ്ണമായി. ഇനി അടുത്തത് മാരുതി സുസുക്കി ബലെനോ ആണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന ഒരു വണ്ടി. ആ ഒരു നമുക്കൊരു ഹാച്ച് ബാക്ക് ആണ് നോക്കുന്നതെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ഒരു 4 സിലിണ്ടർ എഞ്ചിനൊക്കെ ഉള്ള അത്യാവശ്യം നല്ലൊരു വണ്ടിയായിട്ടുള്ള ഒരു വണ്ടിയാണ് മാരുതി സുസുക്കി ബലെനോ. ബലെനോ എടുക്കുന്നവരൊക്കെ ഈ വീഡിയോ നിങ്ങൾ കാണുന്ന സമയത്ത് ചിലപ്പോൾ ഇനി കുറച്ച് കാലമൊക്കെ കഴിഞ്ഞിട്ട് കണ്ടു കഴിഞ്ഞാൽ ബലെനോയുടെ ഫേസ് ലിഫ്റ്റ് വരും. ഏത് ടൈപ്പിൽ വരും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എനിക്കൊന്ന് വരുന്നുണ്ട് വൈകാതെ തന്നെ ബലെനോയുടെ ഫേസ് ലിഫ്റ്റ്. ബലെനോ നമുക്കറിയാം നല്ലൊരു വണ്ടിയാണ്. ആ ഒരു പ്രീമിയം ഹാച്ച് ബാക്ക് അല്ലെങ്കിൽ 10 ലക്ഷത്തിന് താഴെ കിട്ടുന്ന വണ്ടികളിൽ അത്യാവശ്യം നല്ല വണ്ടിയാണ്.
അതിൽ നമുക്ക് സീറ്റ എന്ന് പറഞ്ഞ വേരിയന്റ് ആണ്. നമുക്ക് സീറ്റയുടെ മാനുവലും അതുപോലെ തന്നെ ഓട്ടോമാറ്റിക്കും നമുക്ക് ഈ ഒരു 10 ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് നമുക്ക് കിട്ടും. ആൽഫയിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കിട്ടില്ല. സീറ്റയാണ് കിട്ടുക, ഫുൾ ഓപ്ഷൻ്റെ തൊട്ട് താഴെയുള്ള വേരിയന്റ്. ബലെനോ ഞാനും നാട്ടിൽ വന്ന സമയത്ത് കുറച്ച് കാലം യൂസ് ചെയ്തിട്ടുണ്ടായി. അത്യാവശ്യം നല്ല വണ്ടിയാണ്, വലിയ പ്രശ്നമില്ലാത്ത വണ്ടിയാണ്, അത്യാവശ്യം മൈലേജ് തരുന്ന വണ്ടിയാണ്. 4 സിലിണ്ടർ എഞ്ചിൻ എന്നുള്ളത് വലിയൊരു ബെനിഫിറ്റ് ആണ്. മാരുതി സുസുക്കിയുടെ വൈഡ് ആയിട്ടുള്ളൊരു സർവീസ് നെറ്റ്വർക്കിനെ കുറിച്ചും പറയുന്ന സമയത്ത് നല്ലതാണ് ബലെനോ. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകുന്ന സമയത്ത് മാരുതി സുസുക്കി തന്നെ ബ്രസയാണ് ഞാൻ പ്രിഫർ ചെയ്യുന്ന അടുത്തൊരു വണ്ടി. ബ്രസ നമുക്കറിയാം ഇപ്പോൾ പുതിയത് ഇറങ്ങിയ സമയത്ത് അതിലൊരു 1 ലിറ്റർ ടർബോ എഞ്ചിനും കൂടെ വന്നിട്ടുണ്ട്. ബ്രസയുടെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ള പല വണ്ടികളും നമുക്ക് ഈ ഒരു സബ് കോമ്പാക്ട് SUV സെഗ്മെന്റിൽ 1.2ലും അതുപോലെ തന്നെ 1 ലിറ്റർ ടർബോയിലൊക്കെ ആണെങ്കിൽ ബ്രസയിൽ നമുക്ക് നാച്ചുറലി ആസ്പിറേറ്റഡ് ആയിട്ടുള്ള ഒരു 1.5ന്റെ ഒരു നല്ലൊരു എഞ്ചിൻ ഉണ്ട് അതിൽ. പക്ഷെ അതിൽ നമുക്ക് ആ ഒരു LXi എന്ന് പറഞ്ഞ വേരിയന്റ് ആണ് ബ്രസയിൽ 1.5ൽ നമുക്ക് മേടിക്കാൻ പറ്റുള്ളൂ. ഏകദേശം ഒരു 9,90,000 രൂപ റേഞ്ചിലാവും ബ്രസയുടെ LXi എന്ന് പറഞ്ഞ വേരിയന്റിന് കേട്ടോ. 1.5ല് 1 ലിറ്റർ ടർബോയില് നമുക്ക് VXi വരെ നമുക്ക് ഏകദേശം 10,10,000 രൂപ റേഞ്ചിലൊക്കെ VXi ടർബോ കിട്ടും 1 ലിറ്ററിൽ. അതും ഒരു ബെസ്റ്റ് ഡീലാണ്. നമുക്ക് 1 ലിറ്റർ വേണമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ 1.2ല് പോവാം. പക്ഷെ മാരുതി സുസുക്കി ബ്രസേനൊക്കെ സംബന്ധിക്കുന്ന സമയത്ത് ഇപ്പോൾ വെനുവിലുള്ള അത്രത്തോളം ബേസ് വേരിയന്റിൽ ഫീച്ചേഴ്സ് വളരെ കുറവാണ്. പക്ഷെ എന്നാൽ പോലും ഒരു ബെസ്റ്റ് ബൈ ആണ്. മാരുതിയുടെ ആ ഒരു സർവീസ് നെറ്റ്വർക്കും അല്ലെങ്കിൽ നമുക്ക് ആ ഒരു മാരുതിയിലുള്ള ഒരു റിലയബിലിറ്റി ഒക്കെ നോക്കി നമുക്ക് വേണമെങ്കിൽ ബ്രസയിലേക്കും പോവാം. അപ്പോൾ ഇനി അടുത്തതിലേക്ക് പോകുന്ന സമയത്ത് ടാറ്റ നെക്സോൺ ആണ്. അതും ആ ഒരു സബ് കോമ്പാക്ട് SUV സെഗ്മെന്റിൽ പെടുന്ന വണ്ടി. അതിൽ കൂടുതലും ഞാൻ ആ ഒരു ടൈപ്പ് ഓഫ് വണ്ടി ഞാൻ പ്രിഫർ ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം ഇപ്പോൾ ഒരു എൻട്രി ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മൾ മാക്സിമം ഒരു 6 ലക്ഷം രൂപ റേഞ്ചിലൊക്കെ നമുക്ക് എൻട്രി ലെവൽ കൂട്ടിയാൽ മതി. ഒരു 10 ലക്ഷമൊക്കെ ആകുമ്പോൾ ശരിക്കും കുറച്ചും കൂടി ഒരു വലിയ ഒരു പ്രൈസ് റേഞ്ചായി. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമ്മൾ കുറച്ചും കൂടി ഒരു വലിയ വണ്ടികൾ പ്രിഫർ ചെയ്യണം എന്നുള്ളത് കൊണ്ടാണ് അതിൽ കൂടുതൽ കുറച്ച് ആ ഒരു വലിയ വണ്ടികൾ ആഡ് ഓൺ ചെയ്തിട്ടുള്ളത്. ടാറ്റ നെക്സോണിലേക്ക് വരുന്ന സമയത്ത് നമുക്കതിൽ 1.2 ലിറ്റർ ടർബോ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. സ്മാർട്ട് പ്ലസ് എസ് എന്ന് പറഞ്ഞ ഒരു വേരിയന്റ് കിട്ടും. നമുക്കൊരു 9,50,000 60,000 ആ ഒരു റേഞ്ചിൽ നമുക്ക് ആ ഒരു നെക്സോൺ കിട്ടും. ഒരു ബെസ്റ്റ് ബൈ ആണ് അത് ശരിക്കും. അതിൽ സൺറൂഫ് ഒക്കെ ഉള്ള അത്യാവശ്യം ഫീച്ചേഴ്സ് ഉള്ള ഒരു വണ്ടിയാണ് നിങ്ങൾക്ക് ആ ഒരു നെക്സോൺ കിട്ടുക. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യണം, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ എടുക്കുക എന്നുള്ള രൂപത്തിലാണ് എല്ലാ വണ്ടികളും ഞാൻ പറയുന്നത്. 1.2 ലിറ്റർ ടർബോ എഞ്ചിനാണ് നെക്സോണിൽ വന്നിട്ടുള്ളത്. ഇനി അടുത്ത വണ്ടിയിലേക്ക് പോകുന്ന സമയത്ത് നമുക്ക് മാരുതി സുസുക്കിയുടെ തന്നെ സ്വിഫ്റ്റിനെയും ആഡ് ചെയ്യാം. സ്വിഫ്റ്റിനെ ആഡ് ചെയ്യാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ സ്വിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം ഒരു 20 വർഷത്തിന് മുകളിൽ നമുക്ക് പരിചയമുള്ള വണ്ടിയാണ് സ്വിഫ്റ്റ്. നമ്മൾ ഇങ്ങനെയുള്ള ഒരു ലിസ്റ്റൊക്കെ ആഡ് ചെയ്യുന്ന സമയത്ത് എക്സ്പീരിയൻസ് ശരിക്കും അല്ലെങ്കിൽ അത്ര വർഷം ഇന്ത്യൻ വിപണിയിലുള്ള ഒരു വണ്ടി ആയതുകൊണ്ട് അതിന് ആഡ് ചെയ്യണം എന്ന് എനിക്ക് തോന്നി. പക്ഷെ 3 സിലിണ്ടർ എഞ്ചിനായി എന്നുള്ളത് ഒരു പരിമിതിയായി കണ്ടുകൊണ്ട് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതിനെ. പക്ഷെ ഇനി മാരുതി സുസുക്കി മേ ബി ബലെനോ ഫേസ് ലിഫ്റ്റ് വന്നാലും ഫ്രോങ്സ് ഫേസ് ലിഫ്റ്റ് വന്നാലും ഒക്കെ മേ ബി ആ ഒരു 3 സിലിണ്ടറിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് കൊണ്ട് സ്വിഫ്റ്റിനെയും നമുക്ക് ആഡ് ചെയ്യാം. സ്വിഫ്റ്റിന്റെ ZXi പ്ലസ് എന്ന് പറഞ്ഞ ഫുൾ ഓപ്ഷൻ വേരിയന്റ് നിങ്ങൾക്ക് ഏകദേശം 10 ലക്ഷം രൂപയ്ക്ക് താഴെയായിട്ട് കിട്ടും. ഏറ്റവും ടോപ്പ് വേരിയന്റ് കിട്ടും. ടോപ്പ് വേരിയന്റ് കിട്ടുന്ന സമയത്ത് നമുക്ക് അതിൽ ഫീച്ചേഴ്സ് എല്ലാം ഉണ്ടാവും. അതിനെക്കുറിച്ച് നമ്മൾ വെറീഡ് ആവേണ്ട കാര്യമില്ല. പിന്നെ ഓട്ടോമാറ്റിക്കലി വരുന്ന സമയത്ത് നമുക്ക് ZXi എന്ന് പറഞ്ഞ അതായത് ഫുൾ ഓപ്ഷൻ തൊട്ട് താഴെയുള്ള വേരിയന്റ് നമുക്ക് ഓട്ടോമാറ്റിക്കും കിട്ടും സ്വിഫ്റ്റിൽ കേട്ടോ. ഇനി അടുത്തത് കിയ സോണറ്റ് ആണ്. കിയ സോണറ്റിലേക്ക് വരുന്ന സമയത്ത് കിയ സോണറ്റിലും ഒരു 1.2 ലിറ്റർ എഞ്ചിനാണ് വന്നിട്ടുള്ളത്. അതിൽ നമുക്ക് 2 വേരിയൻസ് കിട്ടും. കിയ സോണറ്റ് നമുക്കറിയാം കിയ അത്യാവശ്യം ഇന്ത്യയിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് ഭയങ്കരമായിട്ട് ഉയർന്ന ഒരു കമ്പനിയാണ് കിയ. നമുക്ക് സെൽറ്റോസിലൂടെ ഇന്ത്യൻ വിപണിയിൽ വന്നു. ഇപ്പൊ ഒരുപാട് വണ്ടികൾ കിയയുടെ ഉണ്ട്. അത്യാവശ്യം നല്ലൊരു മാർക്കറ്റ് അവർ കൈയടക്കിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല വണ്ടികളാണ്, ഫീച്ചേഴ്സ് ഉള്ള വണ്ടികളാണ്, അടിപൊളി വണ്ടികളാണ് അവർ ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. കിയ സോണറ്റ് നിങ്ങൾക്ക് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്ന ഒരു വണ്ടിയാണ് കിയ സോണറ്റ്. HT ഓപ്ഷണലും HTK ഓപ്ഷണൽ ആണെങ്കിൽ കുറച്ച് ഫീച്ചേഴ്സ് കൂടുതലുണ്ട്. പക്ഷെ നിങ്ങൾ 10 ലക്ഷം എന്നുള്ളത് കുറച്ചും കൂടി ഒരു എമൗണ്ട് മേ ബി കൂട്ടേണ്ടി വരും. ഒരു 20,000 രൂപ റേഞ്ചിലൊക്കെ കൂട്ടേണ്ടി വരും. പക്ഷെ അതാണ് ഞാൻ ഒന്നും കൂടെ പ്രിഫർ ചെയ്യുക, HTK ഓപ്ഷണൽ എന്നുള്ള വേരിയന്റ്. അതിൽ കുറച്ചും കൂടെയൊക്കെ നല്ല ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞ വീഡിയോ വൈഡ് ആക്കുന്നില്ല, അതുകൊണ്ടാണ് കുറച്ച് ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം പറയുന്നത്. ഇനി അടുത്ത ലാസ്റ്റ് വണ്ടിയിലേക്ക് വരുന്ന സമയത്ത് മഹീന്ദ്രയുടെ XUV3 XO ആണ് ഞാൻ 10ാമത്തെ വണ്ടിയായിട്ട് ഞാൻ ഇതിൽ കണക്കാക്കുന്നത്. 1.2 ലിറ്റർ എഞ്ചിനാണ് അതിലും വന്നിട്ടുള്ളത്. അതിൽ MX
1 എന്ന് പറഞ്ഞ വേരിയൻ്റ് ആണ് ഞാൻ നിങ്ങൾക്ക് പ്രിഫർ ചെയ്യുക. ഒരു 9,30,000 ആ ഒരു റേഞ്ച് ഓഫ് ഉള്ള വണ്ടിയാണത്. മഹീന്ദ്രയും നമുക്കറിയാം ഇന്ത്യൻ വിപണിയിൽ അത്യാവശ്യം വിപണി കൈയടക്കിയിട്ടുള്ള ഒരു വണ്ടിയാണ്. അവരെ ഇലക്ട്രിക് വണ്ടികളൊക്കെ ഭയങ്കരമായിട്ട് ക്ലിക്കായിട്ടുണ്ട്. ഇഷ്ടംപോലെ വണ്ടികൾ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള വണ്ടികൾ. അപ്പോൾ മഹീന്ദ്രയെന്ന് ഒരു വണ്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു 10 വണ്ടികളിൽ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള വണ്ടികൾ. നിങ്ങൾ ഈ ഒരു വണ്ടികളെ കുറിച്ച് ഇനി ഒന്നും കൂടെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക, കുറേ എന്താ പറയുക വണ്ടീനെ കുറിച്ച് എക്സ്പീരിയൻസ് ചെയ്യാൻ നോക്കുക, പോയി ടെസ്റ്റ് ഡ്രൈവ് എടുക്കുക, വണ്ടി ശരിക്കും കാണുക, അതിൻ്റെ ഫീച്ചേഴ്സും അല്ലെങ്കിൽ അത് ഓടിക്കുമ്പോൾ ഉള്ള സമയത്ത് നിങ്ങൾ എല്ലാം ഓക്കെ ആണോ, സീറ്റിംഗ് കപ്പാസിറ്റി കാര്യങ്ങൾ അല്ലെങ്കിൽ ഇരിക്കാനുള്ള കംഫർട്ട് എല്ലാം നിങ്ങൾ നോക്കിയ ശേഷം മാത്രം വണ്ടി എടുക്കുക. ഒന്നും കൂടെ ഞാൻ ആ 10 വണ്ടികളെ പേര് പറയുകയാണ്. ഫ്രോങ്സ് അല്ലെങ്കിൽ ടൈസർ, ടയോട്ടയിൽ നിങ്ങൾക്ക് പോകാം. പിന്നെ പഞ്ച്, കൈലാക്ക്, വെനു, ബലേനോ, ബ്രസ, നെക്സോൺ, സ്വിഫ്റ്റ്, കിയ സോണറ്റ്, മഹീന്ദ്ര XUV 3XO. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരയ്ക്ക് ബൈ.